അങ്ങനെ നമ്മൾ പെരിയകനാൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ പൂപ്പാറയിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്. പൂപ്പാറയിൽ നിന്ന് നമ്മൾ മൂന്നാർ റൂട്ട് കുറച്ചുകൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു നല്ല കാഴ്ചകളാണിത്. എങ്ങു നോക്കിയാലും നമുക്ക് ഈ മഴയായതുകൊണ്ട് തന്നെ നീർച്ചാലുകൾ ഒഴുകുന്നത് കാണാം. ഒപ്പം ഇതുപോലെ ഇപ്പോൾ കണ്ടോ വലിയ വലിയ പാറ കഷ്ണങ്ങൾ കിടക്കും. ഇതൊക്കെ മുമ്പും ഇവിടെയുള്ള വലിയ വലിയ പാറകൾ പൊട്ടിയും അടർന്നും കിടക്കുന്നതാണ്. ഇത് വലിയൊരു മേടായിരുന്നല്ലോ. അപ്പോൾ അതിനിടയിലൂടെയാണ് ഈ ഒരു ടാറ്റയുടെ തന്നെ ഈ ഒരു തേയിലത്തോട്ടങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഈ വഴിയോര കാഴ്ചകളൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. അതിന് ഏറ്റവും ഭംഗി കൂട്ടിക്കൊണ്ടിരുന്നത് വഴിയോര കച്ചവടക്കാരാണ്. അപ്പോൾ അവരെ നിന്ന് അധികം കണ്ടില്ല. ഞങ്ങൾ ഏകദേശം പെരിയകനാൽ ടീ ഫാക്ടറിയുടെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ ഈ ഒരു നല്ല കാഴ്ച കണ്ടപ്പോൾ ഇവിടെ നിന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയതാണ്. അപ്പം നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓറഞ്ച് മരങ്ങൾ, അതോടൊപ്പം പേരമരങ്ങൾ, ഇതൊക്കെ ധാരാളമായിട്ട് തന്നെ കാണാം. അപ്പോൾ സീസൺ ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ഓറഞ്ചുകളിലൊക്കെ ഓറഞ്ചും ഒക്കെ കായ്ച്ചു നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിറയെ വണ്ടികളൊക്കെയാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ മഴ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും മഴക്കാല യാത്ര ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ, കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ബൈക്കിനൊക്കെ വരുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ വിരളമായിട്ടാണെങ്കിലും നമ്മുടെ ടൂറിസ്റ്റ് വണ്ടികൾ പോകുന്ന കാണാം. അതുപോലെ തന്നെ ട്രിപ്പ് ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും അതും കാണാൻ സാധിക്കുന്നതാണ്. അതങ്ങനെ നമ്മൾ പെരിയകനാൽ ടീ ഫാക്ടറിയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ടാറ്റയുടെ ഒരു ടീ ഫാക്ടറി. അപ്പോൾ ഈ മുകളിലോട്ട് നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. താഴെ നിന്ന് നമ്മൾ പൂപ്പാറ സൈഡിൽ നിന്ന് വന്നത്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒരു നല്ലൊരു ചായ കുടിക്കാൻ പോകണം, ഒറിജിനൽ തേയില ഇട്ട്. അങ്ങനെ നമ്മുടെ ടാറ്റ ടീ ഫാക്ടറിയുടെ മുമ്പിലുള്ള ചെറിയ തട്ടുകടയിൽ നിന്ന് നമ്മൾ നല്ല ഉഗ്രൻ ഒരു ചായയും വടയും കഴിച്ച് മുകളിലോട്ട് കയറിയതാണ്. അപ്പോൾ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ദൂരേക്ക് നോക്കിയാൽ ഒരു വിറകെല്ലാം അടുക്കി കീറി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫാക്ടറികളിലേക്കോ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉള്ള വിറകുകളാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ലൈവാണ് തൊട്ട് താഴെ കാണുന്നത്. ആളുകളും തൊഴിലാളികളൊക്കെ താമസിക്കുന്നതാണ്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ നമുക്കിത് അവിടുന്ന് നമ്മുടെ പെരിയകനാൽ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താറായി. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഇതുപോലെ തട്ടുകടകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ചായകളൊക്കെ കുടിക്കാം, ഭക്ഷണം കഴിക്കാം, എല്ലാം ചെയ്യാം. ഇപ്പം നമ്മൾ കാണുന്നുണ്ടോ, ഇതെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ആനയിറങ്ങലിൻ്റെ അവിടെ നിന്ന് കണ്ടു. ഇതോടൊപ്പം തന്നെ ഇതെല്ലാം ചെറിയ കടകളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇന്നെന്തോ കച്ചവടം ഇല്ല. അപ്പം ഇവിടെ എങ്ങ് നോക്കിയാലും പശ്ചിമഘട്ടത്തിൻ്റെ ആ ഒരു തുടർച്ചയായിട്ടുള്ള ആ ഒരു മലനിരകളെ നല്ല ഭംഗിയോടെ തന്നെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് കുറച്ചുകൂടെ മുമ്പിൽ പോകാം. അവിടെ ചെന്ന് നമുക്ക് പെരിയകനാൽ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും.